എന്തുകൊണ്ടാണ് മഹാദേവൻ പോയി ചുടലക്കാട്ടിൽ പോയിരിക്കുന്നത് അറിയോ? മഹാദേവൻ പാർവതി ദേവിയോട് പറയുകയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമ എന്ന നാമം മാത്രം ജപിച്ചാൽ മതി, വിഷ്ണു സഹസ്രനാമം മുഴുവൻ ജപിച്ചതിന് തുല്യമാണത്രേ. പരമേശ്വരൻ എന്നറിയപ്പെടുന്ന അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? ഇനി മുതൽ നമ്മൾ ചെന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ശ്രീമദ് ഭാഗവതത്തില് 4-ാമത്തെ സ്കന്ധത്തിൽ രുദ്രഗീതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തിയും എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവണം, നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ശിവപുരാണം കേൾക്കുന്ന, എല്ലാ ദിവസവും കേൾക്കാൻ വന്ന എത്ര മഹത് വ്യക്തികളുണ്ട് ഇവിടെ? കൈ ഒന്ന് ഉയർത്തുമോ? ഒരു കൈ കാണാം, 2-4 കൈ കാണാം, 5-6 കൈകൾ കാണാം. ഫുൾ ശ്രദ്ധിച്ച് കേട്ടോ. എന്താണ് ഇതുവരെ വായിച്ചറിഞ്ഞത്? പറഞ്ഞാട്ടെ, മൈക്ക് തരാൻ വേണമെങ്കിൽ പറയുമോ എന്താണ് വായിച്ചത് എന്ന്? ഓ, അത് നമുക്ക് വല്ലതും മനസ്സിലാവൂല്ലേ? ആ ധാരണയാവരുത്. ശിവൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം? ആർക്കെങ്കിലും അറിയാം? കൈ ഉയർത്തുക. ശിവൻ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? ശിവപുരാണം കേട്ടവർ പറഞ്ഞാൽ മതി. ആരുടെയും കൈ ഉയരുന്നില്ലല്ലോ. പറയാൻ തയ്യാറുണ്ടോ ആരെങ്കിലും? അറിയാമെങ്കിൽ പറഞ്ഞോളൂ, കൈ ഉയർത്തുക. ശിവൻ എന്താണമ്മ? മംഗളം. അമ്മയ്ക്കൊരു കൈ അടിച്ചേ. വെരി ഗുഡ്. മംഗളകരമായ കാര്യത്തിനെയാണ് ശിവൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മഹാദേവന്റെ പേര് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ മംഗളകരമായ കാര്യം അവിടെ ഉണ്ടാവുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ മംഗളം എന്നാൽ ഓസ്പീഷ്യസ് അല്ലെങ്കിൽ ഇനോസ്പീഷ്യസ്, അമംഗളകരമായ കാര്യം അല്ലെ. അമംഗളകരമായ കാര്യം ഉണ്ടാകുമ്പോൾ നമുക്കൊരു അശുഭപരമായ സൂചനകളാണ് സംഭവിക്കുന്നത്. എന്നാൽ മഹാദേവൻ ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ അമംഗളകരമായ ഒരു കാര്യവും സംഭവിക്കില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ധാരാളം ആൾക്കാർക്ക് ശിവൻ എന്ന പേര് ചേർത്ത് പേരുകൾ, നാമങ്ങൾ ഉണ്ടാവും അല്ലെ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ശിവന്റെ പേരുമായി ചേർന്ന പേരുണ്ടോ? കൈ ഉയർത്തുമോ? ശിവപ്രസാദ്. എന്താണ് സാറിന്റെ പേര്? സദാശിവൻ. വെരി ഗുഡ്, വെരി ഗുഡ്. സദാശിവൻ അതായത് സദാസമയവും മംഗളകരമായ കാര്യമാണ്. വെരി ഗുഡ്, വളരെ സന്തോഷം. വേറെ ആരെങ്കിലും? ശിവപ്രസാദ്, ശിവാൻഷ്, അങ്ങനെയുള്ള ധാരാളം പേരുകൾ. ഇത് ഭാരതഭൂമിയിലെ ഒരു മഹത്വമാണ്, നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല. അപ്പൊ എല്ലാ സമയവും മംഗളം നൽകുന്ന വ്യക്തിയാണ് മഹാദേവൻ. നമുക്ക് ഭയമാണ് മഹാദേവൻ എന്ന് പറഞ്ഞാൽ. തലയത്ത് ഒരു സർപ്പമൊക്കെ ചുറ്റി എന്തൊക്കെയാണ് കാണുന്നത് അല്ലെ. ഒരു മഹാദേവൻ പോയി ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയും ആർക്കെങ്കിലും? കൈലാസത്തിലാ? ഓക്കെ. അല്ല, സാധാരണ അല്ലാതെ ഈ ഭസ്മമൊക്കെ എടുത്തിട്ടിട്ട് ചുടലക്കാട്ടിലാണ് അല്ലെ. എന്തുകൊണ്ടാണ് മഹാദേവൻ പോയി ചുടലക്കാട്ടിൽ പോയിരിക്കുന്നത് അറിയോ? എന്തിനാണ് മഹാദേവൻ ചുടലക്കാട്ടിൽ പോയിരിക്കുന്നത്? എത്ര പേർക്കറിയാം? അതൊന്നും അറിയത്തില്ലല്ലേ. നമ്മളോട് ചോദിച്ചിട്ടല്ല പോയിരുന്നത്. നമ്മളോട് ചോദിച്ചിട്ടാണ് പോയിരുന്നത് അല്ല. മഹാദേവൻ ചുടലക്കാട്ടിൽ പോയി ഇരിക്കാൻ കാരണം നിങ്ങളൊക്കെ പോയി ഡിസ്റ്റർബ് ചെയ്യും, അതുകൊണ്ടാ. മഹാദേവന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എന്താ മഹാദേവൻ ചെയ്യുന്നത്? താണ്ഡവ നൃത്തമാടുന്നു, കണ്ണടച്ച് ധ്യാനിക്കുന്നു, ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു, കയ്യിൽ ജപമാല ഉണ്ടാവും, ഇരുന്ന് ധ്യാനിക്കുന്നു. ഇത് പാർവതിയുമായി നൃത്തം ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണനെ കയ്യിലെടുത്ത് ഉണ്ണിയായിട്ട് കൈ വെച്ചുകൊണ്ടിരിക്കുന്നു. മഹാദേവൻ എപ്പോഴും ചെയ്തിരിക്കുന്നത് ധ്യാനത്തിലിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ മനോഹരമായ ഒരു വർണ്ണന പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ട്. വളരെ സന്തോഷം. ശ്ലോകത്തിന് ശേഷം ഈശ്വര ഉവാച എന്ന് പറഞ്ഞൊരു ശ്ലോകം പറയുന്നുണ്ട് അല്ലെ. എന്താണ് ആ ശ്ലോകം? അത് പത്മപുരാണത്തിൽ നിന്ന് എടുത്ത ശ്ലോകമാണ്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഈശ്വര ഉവാച. ഉറക്കെ പറഞ്ഞാണ്ട്, എല്ലാവരും കൂടെ പറഞ്ഞാണ്ട്. എന്താണ്?
ഇത് പത്മപുരാണത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്, ചുമ്മാതെ പറയുന്നതല്ല. പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാദേവൻ പാർവതി ദേവിയോട് പറയുകയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമ എന്ന നാമം മാത്രം ജപിച്ചാൽ മതി, വിഷ്ണു സഹസ്രനാമം മുഴുവൻ ജപിച്ചതിന് തുല്യമാണത്രേ. കാശിയിൽ പോയി, പഴയ കാലങ്ങളിൽ കാശിയിൽ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പോക്കാണ്, പിന്നെ അത് തിരിച്ചു വരത്തില്ല, അറിയാമല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് കാശിയിലൊക്കെ പോയി തിരിച്ചു വരും. ഞങ്ങൾ കാശിയിൽ അടുത്ത് വരെ പോയിട്ട് ഇന്ന് രാവിലെ തിരിച്ചു വന്നേ ഉള്ളൂ. കാശിയിലൊക്കെ ഇന്ന് പോയപ്പോൾ തിരിച്ചു വരും. പക്ഷെ പഴയ കാലങ്ങളിൽ കാശിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാ പോകുന്നത് അറിയുമോ? എന്തിനു വേണ്ടിയാ? മരിക്കാൻ വേണ്ടി പോകുന്നതാ. കാശിയിൽ പോകുന്നത് മരിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയാ കാശിയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നത്? മോക്ഷം കിട്ടാൻ, അല്ലേ? എങ്ങനെയാ കാശിയിൽ പോയി മരിച്ചാൽ മോക്ഷം കിട്ടുന്നത് അറിയാമോ? സാക്ഷാൽ മഹാദേവൻ നമ്മളുടെ കാതിൽ വന്ന് രാമനാമം ഉരുവിട്ട് തരും. അങ്ങനെയാണ് നമുക്ക് മഹാദേവനെ കുറിച്ച്, അല്ലെങ്കിൽ രാമനെ ഓർത്തുകൊണ്ട് മരിച്ച് നമുക്ക് മോക്ഷം ലഭിക്കാൻ ഉള്ള അവസരം ലഭിക്കുന്നത്. മഹാദേവനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന അനേകം കഥകളുണ്ട്. ശിവപുരാണത്തില് ഇപ്പൊ ഏത് ഭാഗം വരെ എത്തി എന്ന് എനിക്കറിയില്ല. ശ്രീല വ്യാസദേവൻ 18 പുരാണങ്ങൾ എഴുതുമ്പോൾ അഗ്നിപുരാണം, മാർക്കണ്ഡേയ പുരാണം, ദേവീ പുരാണം, അല്ലെങ്കിൽ ശിവപുരാണം, അങ്ങനെ പലതരത്തിലുള്ള പുരാണങ്ങൾ എഴുതുമ്പോൾ ഓരോ സമയങ്ങളിലും അല്ലെങ്കിൽ ഓരോ ദേവന്മാരെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും അവരെല്ലാം സൃഷ്ടിയുടെ ദേവനായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് ഇവിടെ എത്തിയോ? എവിടെ എത്തി വായന? ആചാര്യനോട് ചോദിച്ചറിയാം. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, വന്ന് കേട്ടിട്ട് പോവല്ലേ. മഹാദേവനാണ് സൃഷ്ടിക്കുന്നത് എന്നുകൂടി ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. ഓരോ പുരാണം വായിച്ചു വരുമ്പോഴും ആ പുരാണം ആരെക്കുറിച്ചാണോ വർണ്ണിക്കുന്നത് ആ വ്യക്തി സൃഷ്ടികർത്താവാണ് എന്ന് ആ പുരാണം വർണ്ണിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷനിൽ എത്തത്തേയുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് കൺഫ്യൂഷനാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ. വായിക്കുന്നെങ്കിൽ ഒന്നുകിൽ മുഴുവൻ ഗ്രന്ഥങ്ങൾ വായിക്കണം. സാക്ഷാൽ മഹാദേവൻ ശ്രീമദ് ഭാഗവതത്തിൽ 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സർവവേദങ്ങളും വായിച്ച് വിചാരണൈക പുനഃ. സർവവേദശാസ്ത്രങ്ങളും വായിച്ച് വിചാരണൈക പുനഃ എന്നാ പറയുന്നത്. എന്താണ് വിചാരണൈക പുനഃ എന്ന് പറഞ്ഞാൽ? വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുക, കണ്ടംപ്ലേറ്റ് ചെയ്യുക മനസ്സിൽ. ഒരു പ്രാവശ്യം പോരാ, വീണ്ടും വീണ്ടും. ഒരു പ്രാവശ്യം തന്നെ ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിക്കുക സാധ്യമാണോ ഒരു മനുഷ്യജന്മത്തില്? ആണോ? സാധ്യമല്ല. അപ്പൊ ഒരു തവണ പോലും മുഴുവൻ വായിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് എങ്ങനെ ശാസ്ത്രങ്ങളെ മുഴുവൻ വായിച്ച് വീണ്ടും വീണ്ടും അതിനെ അവലോകനം ചെയ്യാൻ സാധിക്കും? അസാധ്യമായ കാര്യമാണ്. എന്നാൽ മഹാദേവൻ പറയുന്നു, അങ്ങനെ പല പ്രാവശ്യം വായിച്ച് അതിനെ മുഴുവൻ വീണ്ടും വീണ്ടും ഒരു അവലോകനം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കൺക്ലൂഷനിൽ എത്തിയ ഒരു വ്യക്തിയാണ് ആര്? സാക്ഷാൽ മഹാദേവൻ. വേദശാസ്ത്രങ്ങളെ മുഴുവൻ ഗ്രഹിച്ച് അതിനെ വീണ്ടും വീണ്ടും പല ആവർത്തി അവലോകനം ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിയ മഹത് വ്യക്തിയാണ് സാക്ഷാൽ മഹാദേവൻ. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഗ്രന്ഥങ്ങൾ വായിച്ചാൽ പല പുരാണങ്ങളിലും സാക്ഷാൽ ശ്രീല വ്യാസദേവൻ നമുക്ക് തരുന്ന ജ്ഞാനം ആ സിറ്റുവേഷനെ അനുസരിച്ച് സൃഷ്ടികർത്താവായിട്ട് വർണ്ണിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
ഈ ഇരിക്കുന്നതിൽ മിക്കവാറും എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് വീട് പണിഞ്ഞവരായിരിക്കും. കൈ ഉയർത്തിയായിട്ട് സ്വന്തമായിട്ട് വീട് പണിഞ്ഞു മീൻസ് നമുക്ക് വേണ്ടി നമ്മളാൽ പണി കഴിപ്പിച്ച വീട്, അല്ലേ? എത്ര പേര് വീട് പണിയിപ്പിച്ചു? മുരളിപ്പുഴ എന്താ കൈ ഉയർത്താത്തത്? യെസ്, പലരും വീട് പണിഞ്ഞതാണ്. ഈ വീട് പണിയുന്ന സമയത്ത് സപ്പോസ് നമ്മുടെ ഗൃഹപ്രവേശ ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഗൃഹപ്രവേശ ദിവസം ഗസ്റ്റുകൾ ധാരാളം വരുമ്പോൾ നമ്മുടെ വീടിന് വേണ്ടി പണി കഴിപ്പിക്കാനായിട്ട് പ്രയത്നിച്ച എല്ലാ ജോലിക്കാരും, എല്ലാ എഞ്ചിനീയറും പ്ലാൻ വരച്ചവരും എല്ലാവരും ഉണ്ടാവുമോ? നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ വേണ്ടപ്പെട്ട ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരുമ്പോൾ പറയും, ഇദ്ദേഹമാണ് എൻ്റെ വീട് പണി കഴിപ്പിച്ചത്. ആദ്യം പ്ലാൻ വരച്ച ആളിനെ കുറിച്ച് പറയും. എഞ്ചിനീയറെ കാണിച്ച്, ഇദ്ദേഹമാണ് എൻ്റെ വീട് പണി കഴിപ്പിച്ചത്. പിന്നെ സാധനങ്ങൾ സപ്ലൈ ചെയ്ത കടക്കാർ, ഇദ്ദേഹമാണ് വീട് പണി കഴിപ്പിച്ചത്. സിമെന്റ് ചാക്ക് ചുമന്നുകൊണ്ട് വന്ന്, ഇദ്ദേഹമാണ് എൻ്റെ വീട് പണി കഴിപ്പിച്ചത്. മേസ്തിരിയെ പണി, ഇദ്ദേഹമാണ് എൻ്റെ വീട് പണി കഴിപ്പിച്ചത്. എടാ, ആരെങ്കിലും ഒരാളെ പറ വീട് പണി കഴിപ്പിച്ച ആളെന്ന്. ഞാൻ പറയാം, ശരിയാണോ? ആണോ? ഇവരെല്ലാവരുടെയും കൂടെ ഒരു കമ്പൈൻഡ് എഫേർട്ടായിരുന്നു വീട് പണി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ആദ്യം ഒറിജിനലി ഇനിഷ്യേറ്റ് ചെയ്തത് ആരാണ്? പ്ലാൻ വരച്ച വ്യക്തി. അദ്ദേഹവുമായിട്ട് ഓണർ, വീട് ആരുടെയാണോ ഉടമസ്ഥൻ, അദ്ദേഹവുമായി ഇരുന്ന് ഡിസ്കസ് ചെയ്ത്, എനിക്ക് വീട് ഇങ്ങനെ വേണം, എലിവേഷൻ ഇങ്ങനെ വേണം, ഇത്ര ബെഡ്റൂം വേണം, ഇത്ര ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കണം, എനിക്ക് ഹാളിന് ഇത്ര സൈസ് വേണം, ഹാളിൽ ഒരു ഡിവിഷൻ വേണം, പർഗോള വേണം, അത് വേണം, ഇത് വേണം, മൾട്ടി കളർ ലൈറ്റ് വേണം. ഇതെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുമ്പോൾ അതനുസരിച്ച് അദ്ദേഹം ഒരു രൂപരേഖ തയ്യാറാക്കും. ശരിയാണോ? അദ്ദേഹമാണ് ഒറിജിനൽ ക്രിയേറ്റർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് പേഴ്സൺ വരും. ആ പ്ലാന് കൊണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന ടൈൽസ് ഇടണം, ഇന്നതുപോലെ വേണം, അതെല്ലാം പറഞ്ഞ് നമ്മളെ എഞ്ചിനീയറുടെ കയ്യിൽ ഏൽപ്പിക്കും. എനിക്ക് ഇന്നതുപോലെ വീട് നീ പണി കഴിപ്പിച്ചു തരണം. അദ്ദേഹം അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അദ്ദേഹം ഒരു മേസ്തിരിയെ വിളിച്ച് അല്ലെങ്കിൽ അടുത്ത കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറയും, എനിക്ക് ഇന്നതുപോലെ വീടാണ് വേണ്ടത്. എഞ്ചിനീയർ, കോൺട്രാക്ടർ അതനുസരിച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അദ്ദേഹം മേസൺസിനെ വിളിക്കും, ഹെൽപ്പറെ വിളിക്കും, കോൺട്രാക്ടർ അല്ലെങ്കിൽ സപ്ലയറെ വിളിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. ഇവരെല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു വീട് സമ്പൂർണമായി. ഇവരെ എല്ലാവരെയും ഞാൻ എൻ്റെ വീട് പണി കഴിപ്പിക്കാനായിട്ട്, എൻ്റെ വീട് പണി കഴിപ്പിച്ചത് ഇവരെല്ലാവരുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? അതിനകത്ത് ഇല്ല. എന്നാൽ എല്ലാവരും അവരവരുടേതായ പോർഷൻ കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരവരുടേതായ പോർഷൻ പ്ലേ ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായോ? മൊബൈൽ ഉണ്ടാക്കുന്നത് എത്ര സ്റ്റേജ് വെച്ചിട്ടാണ്? അതിൻ്റെ സ്ക്രീൻ ഒരാൾ ഉണ്ടാക്കും, അതിൻ്റെ സോഫ്റ്റ്വെയർ ഒരാൾ ഉണ്ടാക്കും, അതിൻ്റെ ബാക്കിലത്തെ ബോഡി വേറൊരാൾ ഉണ്ടാക്കും, അതിനകത്തിലുണ്ടാക്കുന്ന ചിപ്പ് വേറൊരാൾ ഉണ്ടാക്കും, അതിനകത്തിലെ ബോർഡ് വേറൊരാൾ ഉണ്ടാക്കും. എന്തെല്ലാം കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഒരു മൊബൈൽ പൂർണ്ണ രീതിയിലെത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നതനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ സാക്ഷാൽ വിഷ്ണുവാണ് സർവ സൃഷ്ടിയുടെയും രൂപരേഖ തയ്യാറാക്കുന്നത്. ആ രൂപരേഖയ്ക്ക് അനുസൃതമായിട്ട് ബ്രഹ്മദേവൻ തൻ്റെ ഭാഗം സൃഷ്ടി നടത്തുന്നു. അദ്ദേഹം 14 ലോകങ്ങളുടെയും സൃഷ്ടി സാക്ഷാൽ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഓരോ ബ്രഹ്മദേവൻ പ്രജാപതിമാരെ സൃഷ്ടിക്കുന്നു. സാക്ഷാൽ ദക്ഷ പ്രജാപതിയെ അദ്ദേഹം സൃഷ്ടിക്കുന്നു. ദക്ഷ പ്രജാപതി പുനഃസൃഷ്ടി നടത്തുന്നു. അതാണ് ആര്? ദാക്ഷായണി. ആരാണ് ദാക്ഷായണി? സാക്ഷാൽ സതീദേവി. സതീദേവിയും മഹാദേവനും ചേർന്ന് അടുത്ത സൃഷ്ടി നടത്തുന്നു. എന്തിനു വേണം? ഈ ഇരിക്കുന്ന ഓരോരുത്തരും സൃഷ്ടികർത്താവാണ്. ബ്രഹ്മദേവനാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ചെറിയ ചെറിയ ജോലിയാണ്
പുനഃസൃഷ്ടി നടത്തുന്നത്. ഈ ഇരിക്കുന്നവർ പോരട്ടെ, ഓരോ ജീവജാലങ്ങളും അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നവരാണ്. സാക്ഷാൽ വ്യാസദേവൻ ഓരോ പുരാണങ്ങളിലും ഓരോ ദേവന്മാർ സൃഷ്ടിയുടെ നേതാവാണ്, സൃഷ്ടികർത്താവാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മളുടെ മനസ്സിലാക്കുന്നതിലുള്ള തെറ്റിദ്ധാരണയാണിത്. അവരുടെ പോർഷൻ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് സൃഷ്ടിക്കേണ്ട സൃഷ്ടിയെ അവർ സൃഷ്ടിക്കുന്നു എന്നാണ് ശ്രീല വ്യാസദേവൻ ശിവപുരാണത്തിലും വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ധരിക്കുന്നു മഹാദേവനാണ് സർവവും സൃഷ്ടിക്കുന്നത് എന്ന്. തെറ്റാണത്. ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ മാസ്റ്റർ പ്ലാൻ ആർക്കിടെക്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്, അദ്ദേഹം ഒറിജിനൽ സൃഷ്ടാവായിട്ട് നമ്മൾ വാഴ്ത്തപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ സാക്ഷാൽ വിഷ്ണുവിൻ്റെ, കൃഷ്ണന്റെ പ്ലാൻ അനുസരിച്ച് മറ്റ് ഓരോ വ്യക്തികളും, ഓരോ ദേവന്മാരും, ഓരോ ദേവിമാരും അവരവരുടേതായ നിലയിൽ നിന്നുകൊണ്ടുള്ള സൃഷ്ടി, പുനഃസൃഷ്ടി നടത്തുന്നു. ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്ന 10 വിഷയങ്ങളിൽ 2 സർഗ വിസർഗ. സർഗ എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്രിയേറ്റർ അല്ലെങ്കിൽ ക്രിയേഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രൈമറി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ പടി, സൃഷ്ടിയുടെ ഡിസൈൻ പോർഷൻ ആണ് സർഗ. പിന്നീടുള്ളതെല്ലാം 2ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്ന വിസർഗ എന്ന് പറയുന്ന ഭാഗമാണ്. അതിനെ പുനഃസൃഷ്ടി അല്ലെങ്കിൽ സെക്കൻഡറി ക്രിയേഷൻ എന്ന് നമുക്ക് പറയാം. ആ സെക്കൻഡറി ക്രിയേഷനെ കുറിച്ചാണ് സർവ പുരാണങ്ങളിലും ശ്രീല വ്യാസദേവൻ വിസ്തരണമായിട്ട് വിവരിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലായി? കുറച്ചെങ്കിലും? യെസ്, വെരി ഗുഡ്, താങ്ക് യു. നാളെ ചോദിക്കുമ്പോൾ പറയണം, അല്ലെങ്കിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് കേട്ട് നമുക്ക് പിന്നെ ഒന്നുകൂടെ കേൾക്കാം. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട കാരണം നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും നമുക്കുള്ള ചിന്തയാണ് കോൺട്രഡിക്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന്. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിരോധാഭാസമായിട്ട് ഗ്രന്ഥങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളൊരു ധാരണ നമ്മളിലുണ്ട്. അത് ഗ്രന്ഥത്തിൻ്റെ കുഴപ്പമല്ല, അത് വായിക്കുന്നവരുടെ കുഴപ്പമാണ്, അതിനെ മനസ്സിലാക്കുന്നവരുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ ആൾക്കാരില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് കേൾക്കാൻ നമ്മൾ യഥാർത്ഥ വ്യക്തിയുടെ അടുത്ത് പോകാത്തതിൻ്റെ കുഴപ്പമാണ്. ഗ്രന്ഥത്തിൽ കുഴപ്പമില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ശ്രീമദ് ഭാഗവതത്തിൽ 2ാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ മഹാദേവൻ പറയുന്ന ഒരു വാക്യമാണ് വിചാരണൈക പുനഃ പുനഃ. സർവശാസ്ത്രങ്ങളെയും മുഴുവൻ ഗ്രഹിച്ച് വീണ്ടും വീണ്ടും അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കൂ. അത് അസാധ്യമായ സ്ഥിതിക്ക് അതിൽ കൺക്ലൂഷനിൽ എത്തിയ ഒരു വ്യക്തിയെ ശരണം പ്രാപിക്കുകയാണ് ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ചെയ്യുന്നത്. അങ്ങനെ കൺക്ലൂഷനിൽ എത്തിയ ഒരു വ്യക്തിയാണ് സാക്ഷാൽ മഹാദേവൻ. അദ്ദേഹം പറയുന്നു, സാക്ഷാൽ നാരായണനാണ് സർവ്വതിനും കാരണം. നാരായണനിൽ കൂടി മാത്രമാണ് സർവ്വ കാര്യങ്ങളും നടക്കുന്നത്. സാക്ഷാൽ പാർവതി ദേവി പത്മപുരാണത്തിൽ പറയുന്ന ഭാഗമാണ്. പാർവതി ദേവി മഹാദേവന്റെ അടുത്ത് ചെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ മഹാദേവ, അങ്ങയെ പരമേശ്വരൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. പരമേശ്വരൻ അങ്ങാണ് എങ്കിൽ അങ്ങ് ആരെയാണ് ഭജിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്? കാരണം നമ്മൾ കാണാം, മഹാദേവൻ സർവ്വസമയവും ധ്യാനത്തിലിരിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ശ്മശാനത്തിൽ പോയി ഇരിക്കാൻ കാരണം മറ്റുള്ളവർ ചെന്ന് അദ്ദേഹത്തിന്റെ തപസ്സിനെ ഭംഗം വരുത്തും എന്ന ചിന്ത കൊണ്ട് ആരും ചെല്ലാത്ത ഭാഗത്ത്, ആ ഭാഗമായ ശ്മശാനത്തിൽ പോയിരുന്ന് അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ് ചെയ്യുന്നത്.
അത് കണ്ട പാർവതി ദേവിക്ക് ഒരു സംശയം തോന്നി, ചോദിച്ചു, പരമേശ്വരൻ എന്നറിയപ്പെടുന്ന അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? മഹാദേവന്റെ മറുപടി അതിമനോഹരമായിരുന്നു. അല്ലയോ പാർവതി, ഈ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി അങ്ങേക്ക് 7 ജന്മം എടുക്കേണ്ടി വന്നു. ഞാൻ ഈ ഫോട്ടോയിലൊക്കെ നോക്കുന്നത് എന്താണെന്നറിയാമോ? മഹാദേവന്റെ കഴുത്തിൽ തലയോട്ടി കൊണ്ടുള്ള ഒരു മാലയുണ്ട്. അത് ഇവിടെങ്ങും കാണുന്നില്ല. മഹാദേവൻ കഴുത്തിലെ തലയോട്ടി കൊണ്ടുള്ള മാല കാണിച്ചിട്ട് പാർവതി ദേവിയോട് പറയുക, അല്ലയോ പാർവതി, നിന്റെ 7 ജന്മത്തിലെ തലയോട്ടിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന തലയോട്ടി മാല. കാരണം നിനക്ക് 7 ജന്മം എടുക്കേണ്ടി വന്നു ഈ ചോദ്യം ചോദിക്കാൻ. എന്നിട്ട് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാ, മുക്തി നൽകാൻ സാധിക്കുന്നത് മുകുന്ദന് മാത്രമാണ്, ആ മുകുന്ദനെയാണ് ഞാൻ ഭജിക്കുന്നത് എന്നാണ് മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തത്. തുടർന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നോക്കിയാൽ 4 കാര്യങ്ങളെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള 4 കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. നദികളിൽ ഗംഗ, മൂർത്തികളിൽ അച്യുതൻ, ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതവും വൈഷ്ണവന്മാരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ മഹാദേവനാണ് എന്നും ശ്രീമദ് ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. നദികളിൽ ഏറ്റവും ഉത്തമം ഗംഗയാണ്. മൂർത്തികളിൽ ഏറ്റവും ഉത്തമം അച്യുതന്റേതാണ്. അച്യുതൻ എന്ന വാക്കിന് അർത്ഥം എന്താണ്? എന്താണ് അച്യുതൻ? ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അച്യുതന്റെ വിഗ്രഹമാണത്ര ഏറ്റവും ഉത്തമം പൂജിക്കാൻ. ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്തമം ഏതെന്നാ പറയുന്നത്? ശ്രീമദ് ഭാഗവതം ഇതാകുന്നു എന്ന് തന്നെയാണ് ശ്രീമദ് ഭാഗവതം തന്നെ പറയുന്നു. വൈഷ്ണവാനാം യഥാശംഭോ, വൈഷ്ണവന്മാരിൽ ഏറ്റവും ഉത്തമനാണ് സാക്ഷാൽ മഹാദേവൻ എന്ന്. സർവഗ്രന്ഥങ്ങളിലും മഹാദേവനെ പൂജിക്കുമ്പോൾ മഹാദേവൻ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മഹാദേവനെ ക്ഷിപ്രപ്രസാദി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് എന്ത് ചോദിച്ചാലും മഹാദേവൻ എടുത്തങ്ങ് തരുമെന്നാണ് പറയുന്നത്. സത്യം, പല്ല് ചലച്ചു. എന്തുകൊണ്ടാണ് മഹാദേവൻ അങ്ങനെ എടുത്തു കൊടുക്കുന്നത് അറിയാമോ? ഈ ശല്യമങ്ങ് പൊക്കോട്ടെ, ഇനി വരത്തില്ലല്ലോ എന്ന് വിചാരിച്ച. ഈ ശല്യമങ്ങ് പൊക്കോട്ടെ, ഇനി എൻ്റെ അടുത്ത് വരില്ലല്ലോ, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞെടുത്ത് തരുന്നതാ, അല്ലാതെ വേറെ സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി മുതൽ നമ്മൾ ചെന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും മഹത്തായ ആ വസ്തു എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കൂ. എന്താണെന്ന് അറിയാമോ ആ സാധനം? മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്താണെന്ന് ആർക്കറിയാം? അറിയാം? കൈ ഉയർത്തിയായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റത്തെ ചോദിക്കും. എന്തിനാ പിശുക്ക് കാണിക്കുന്നത്? എന്തായാലും ചോദിക്കുന്നു, എന്തായാലും നാണം കെടുക. അപ്പൊ ശരിക്കും നാണം കെടാം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് സാധനം എന്താണോ മഹാദേവ അങ്ങയുടെ കയ്യിലിരിക്കുന്നത്, അതെനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. നാളെ പ്രാർത്ഥിക്കും. അത് എത്ര പേര് പ്രാർത്ഥിക്കും? ഇത്രയും പേരുള്ളൂ. നിങ്ങൾക്കൊന്നും വേണ്ടേ? എല്ലാവരും കൈ ഉയർത്ത്. അമ്മ കൈ ഉയർത്തമ്മ. ഇതാ രണ്ടാമത്തെ ചുമ്മാ കൈ ഉയർത്ത്. അമ്മ ചോദിക്കുവോ? സാറ് എല്ലാവരും കൈ ഉയർത്തിയാട്ടെ. അതെന്താണെന്ന് അറിയാമോ? സാക്ഷാൽ മഹാവിഷ്ണുവിനോടുള്ള ഭക്തി. മഹാദേവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ഏറ്റവും മഹത്തായ ആ വസ്തുവായ വിഷ്ണു ഭക്തി നമുക്ക് നൽകണേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് എങ്ങും കിട്ടില്ലത്, മഹാദേവനിൽ നിന്ന് മാത്രമേ കിട്ടൂ. മഹാദേവനാണ് ഏറ്റവും അത് നൽകാൻ ഉത്തമനായ വ്യക്തി. കാരണം അദ്ദേഹം അത് പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മനോഹരമായ ഒരു കഥയായിരിക്കാം.
കുറച്ച് വടക്ക്, ആ 12 മാസത്തിൽ ഒരിക്കൽ തുറക്കുന്ന ഒരു ക്ഷേത്രമല്ല, വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഏതാണ്? കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ കഴിഞ്ഞ് കുറച്ച് പോകുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കഥ അറിയാമോ? എത്ര പേര് കേട്ടിട്ട് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കഥ? പൂന്താനത്തിന്റെ സമയത്ത് നടന്ന കഥയാണ്. പൂന്താനം നമ്പൂതിരിപ്പാട് ഒരു പ്രാവശ്യം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തില് ഈ തുറക്കുന്ന ആ ദിവസം, ആദ്യത്തെ ദിവസമേ അവിടെ ചെന്ന് പൂന്താനം ഭാഗവത പാരായണത്തിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹം വായിക്കുന്നത് മൂലഭാഗവതമാണ്. ആ മൂലഭാഗവതത്തില് രുക്മിണി സ്വയംവരത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം, ഐ തിങ്ക് ഇറ്റ്സ് 5th canto, 5ാമത്തെ സ്കന്ധമാണ്, അല്ല സോറി 10th cantoയിൽ 5ാമത്തെ അധ്യായം, ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. രുക്മിണി സ്വയംവരത്തിനെ കുറിച്ച് വായിക്കുന്ന ഭാഗം പൂന്താനം കക്ഷത്തിൽ ഭാഗവതം വെച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് അവിടെ ഇരുന്ന് വായിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് വരെ വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇടവെക്കുമല്ലോ അല്ലെ, ഇടവെച്ചിട്ട് അദ്ദേഹം ബുക്ക് അടച്ചു വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് അദ്ദേഹം പോയി റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ വായിക്കാനായി വീണ്ടും വന്ന് നോക്കുമ്പോൾ ആ ഇടയെടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആ ഭാഗത്തിന്റെ ആദ്യം തന്നെ പോയിരിക്കുന്നു ഇട. അതായത് ഇടയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു അതിന്റെ ബിഗിനിങ്. അതേ വിചാരിച്ചത് ഞാൻ മാറ്റി ഇതുവരെ വരെ വായിച്ചതാണല്ലോ, എനിവേ ഇട ഇവിടെ ഇരുന്നത്, ഞാൻ ഒന്നുകൂടി വായിക്കാം എന്ന് പറഞ്ഞ് അത് വീണ്ടും അദ്ദേഹം വായിക്കും. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട്, ക്ഷേത്രം എത്ര ദിവസം തുറക്കുന്നത്? 7 ദിവസമോ 12 ദിവസമോ? 1 മാസം അല്ലെ. എന്നാൽ ഈ 1 മാസം മുഴുവൻ അദ്ദേഹം ഈ രുക്മിണി സ്വയംവരം മുഴുവൻ അത് തന്നെ വായിച്ചുകൊണ്ടേയിരുന്നു. അവസാനം നടയടയ്ക്കേണ്ട ദിവസമായി. പൂന്താനം ഇറങ്ങിപ്പോയി. വായിച്ചു കഴിഞ്ഞിട്ട് ആ 1 മാസത്തെ കാലത്തെ ഒരുപക്ഷെ ഹാബിറ്റ് കൊണ്ടായിരിക്കും ബുക്ക് അവിടെ തന്നെ വെച്ചിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞ് കുറച്ച് ദൂരെ ചെന്നപ്പോൾ അവർ അയ്യോ ഞാൻ ബുക്ക് മറന്നുപോയല്ലോ, ഇനി നാളെ വായിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുക്ക് എടുക്കാനായി അദ്ദേഹം തിരിച്ച് ആ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ബുക്ക് അവിടെ കാണുന്നില്ല. പൂന്താനം വിചാരിച്ചു, നമ്പൂതിരിപ്പാട് വിചാരിച്ചു ബുക്ക് എവിടെ പോയി. അദ്ദേഹം ഉടനെ എന്തോ ഒരു സംസാരം കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാതോർത്തപ്പോൾ നടയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ സംസാരം കേൾക്കുന്നത്. അദ്ദേഹം ചെവി ഓർത്തുകൊണ്ട് നടയുടെ അടുത്ത് ചെന്നപ്പോൾ അകത്ത് സാക്ഷാൽ മഹാദേവനും പാർവതിയും ദേവിയും തമ്മിലുള്ള സംഭാഷണമാണ് കേൾക്കുന്നത്. പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുകയാണ്, അല്ലയോ ദേവ, അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും ആ ബുക്കിന്റെ ഇടയെടുത്ത് ആദ്യ ഭാഗത്ത് കൊണ്ടുവച്ചത്? മഹാദേവൻ പറഞ്ഞു, എനിക്ക് രുക്മിണി സ്വയംവരം വീണ്ടും വീണ്ടും പൂന്താനം വായിക്കുന്നത് കേൾക്കണം, അതിനാണ്. അപ്പോ അകത്ത് ചെന്നപ്പോൾ ആദ്യം കേട്ടത് ഭാഗവതം, അതേ ഭാഗം സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് വായിച്ചു കൊടുക്കുകയാണ്. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കോൺവെർസേഷൻ കേൾക്കുന്നത്. അപ്പൊ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ പാരായണം എന്ന് മഹാദേവൻ പാർവതി ദേവിയോട് ചോദിച്ചു. പാർവതി ദേവി പറഞ്ഞു, പൂന്താനത്തിന്റെ അത്രയും മനോഹരമല്ല അത്രേ. പാർവതി ദേവി മഹാദേവനോട് പറയുകയാണ്, പൂന്താനത്തിന്റെ അത്രയും മനോഹരമില്ല. അപ്പൊ പറഞ്ഞു, അത് കേൾക്കേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആ ഇടയെടുത്ത് ആദ്യം കൊണ്ടുവച്ചത് എന്ന് മഹാദേവൻ പാർവതി ദേവിയോട് പറയുക. ഈ കഥ കേൾക്കുമ്പോ നമ്മൾ അറിയേണ്ട മറ്റൊരു സത്യാവസ്ഥയുണ്ട്. ഒറിജിനലി മഹാദേവൻ പാർവതി ദേവിയോടാണ് ഈ ഭാഗവതം മുഴുവൻ പറയുന്നത്. അങ്ങനെയാണ് ഭാഗവതം ഈ ഭൂമിയിൽ അവതരിച്ചത് തന്നെ. അമർനാഥ് എന്ന സ്ഥലത്തിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? അമർനാഥ് കേട്ടിട്ടില്ലേ? ഈ വാഴപ്പള്ളിയിലെ ആൾക്കാർക്ക് ഒന്നും കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് സദ്യ ഇല്ലായിരുന്നു ഇവിടെ, ആരും ഒന്നും അനങ്ങുന്നില്ല. സാറ് സദ്യ ഉണ്ടാകുന്നില്ലല്ലേ? പിന്നെന്താ ആരും അനങ്ങാത്തേ? ചോദിക്കുവാൻ ഉറങ്ങി തൂങ്ങിയിരിക്കുന്നത്. ഒന്ന് ഉഷാറായേ. സദ്യ കഴിച്ചില്ല? എല്ലാവരും കഴിച്ചു. എന്നാൽ കൈ നിവർത്തിക്ക്. എത്ര പേര് കേട്ടു അമർനാഥ് സ്ഥലത്തെ കുറിച്ച്? ഈ അമർനാഥ് സ്ഥലത്തിന്റെ മഹത്വം അത്ര പേർക്ക് അറിയാം.
അമർനാഥ് എന്ന സ്ഥലത്ത് മുമ്പ് ഞാൻ ചോദിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ, മുമ്പ് പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ഭാഗമാണ്. പാർവതീദേവി മഹാദേവനോട് ചോദിച്ചു, അങ്ങ് ആരെയാണ് ഭജിക്കുന്നത് എന്ന് പറഞ്ഞ കണ്ടിന്യൂവേഷൻ സ്റ്റോറിയാണ്. അങ്ങനെയാണ് ഭാഗവതത്തിൽ വന്ന് അവസാനിക്കുന്നത്. പാർവതീദേവി മഹാദേവനോട് പറഞ്ഞു, എനിക്ക് ഈ കഥ മുഴുവൻ കേൾക്കണം, ഈ മുകുന്ദന്റെ കഥ മുഴുവൻ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ്, അത് പറഞ്ഞു തരാം, പിന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഭർത്താക്കാമൻ എപ്പോഴും പറയത്തില്ലേ, ഓ പിന്നെ തരാം, പിന്നെ പറയാം എന്ന് പറയാൻ മഹാദേവൻ പറഞ്ഞു, പിന്നെ പറഞ്ഞു തരാം. ഒരു ദിവസം പിടിച്ചു, എനിക്ക് ഇന്ന് കേൾക്കണം, ഇന്ന് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് പാർവതീദേവി മഹാദേവനോട് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതാരും കേൾക്കാൻ പാടില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ. ശരി, അങ്ങ് എവിടെ വേണേ പറഞ്ഞോളൂ, ഞാൻ പോകാം. അങ്ങനെ പാർവതീദേവിയെ വിളിച്ചുകൊണ്ട് മഹാദേവൻ ഒരു സ്ഥലത്ത് പോയിരിക്കും, ഹിമാലയത്തിൽ ഉള്ളിൽ പോയ ഒരു സ്ഥലത്തിരിക്കും. അവിടെ ചെന്ന് ഇരുന്നതും മഹാദേവൻ തൻ്റെ ഡമരു, കയ്യിലിരിക്കുന്ന ചെണ്ട പോലത്തെ സാധനം ഉണ്ടല്ലോ, ആദ്യം ഫോട്ടോയിലൊന്നും ഇല്ലല്ലോ ബാക്കിലുണ്ട്, അത് ആ ഡമരു എടുത്ത് ടക 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 എന്ന് പറഞ്ഞ് അടിക്കുമ്പോ സർവ്വ ജീവജാലങ്ങളും അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. അപ്രത്യക്ഷം ഓടിപ്പോകും. പക്ഷെ ഒരു കൂട്ടിൽ ഒരു തത്ത മുട്ടയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് വിരിയാറായിരിക്കുകയായിരുന്നു. അങ്ങനെ വിരിയാറായിരുന്നപ്പോൾ ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഉടനെ അത് പറക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് ആ കുഞ്ഞ് തത്ത മാത്രം ആ കിളിക്കൂട്ടിൽ അകപ്പെട്ടു. അതിൻ്റെ സൗഭാഗ്യം എന്ന് വേണം പറയാൻ. ബാക്കി എല്ലാ കിളികളും പറന്നു പോയപ്പോൾ മഹാദേവൻ ശ്രീമദ് ഭാഗവതം പറയാൻ ആരംഭിച്ചു. അതിനു മുൻപ് വീണ്ടും ഒരു കണ്ടീഷൻ വെച്ചു, നിനക്കൊരു കാര്യ സ്വഭാവമുണ്ട്, എന്ത് പറഞ്ഞു തുടങ്ങിയാലും ഇരുന്ന് ഉറങ്ങും. എത്ര പേര് ഉറങ്ങുന്നുണ്ട്? ഉറങ്ങുന്നവരെ കൈ പൊക്കിക്കേ. ആരും ഉറങ്ങുന്നില്ലേ? ഒരു കുട്ടി കൈ പൊക്കി. അതാണ് നിഷ്കളങ്കത എന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ. നിനക്കൊരു സ്വഭാവമുണ്ട്, എന്ത് പറഞ്ഞു തുടങ്ങിയാലും നീ ഇരുന്ന് ഉറങ്ങും. അതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ, കാരണം ഞാൻ ഭാഗവതം പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഈ അതീന്ദ്രിയ ലോകത്തിലേക്കായി പോകും. ഞാൻ കണ്ണടച്ചിരുന്നു കൊണ്ട് പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പിന്നെ ഈ ഭൗതിക ലോകത്തിലല്ലായിരിക്കും. അതുകൊണ്ട് എനിക്ക് നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും നീ മൂളിത്തരണം, മൂളി എന്ന് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ശരി പറഞ്ഞ് ഏറ്റു. പാർവതീദേവി കേട്ടു തുടങ്ങി. ഉറങ്ങി തൂങ്ങിപ്പോയി. പക്ഷെ ഇത് പാർവതീദേവി കേൾക്കുന്നതോടൊപ്പം കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാളോടുണ്ടായിരുന്നു. ആരായിരുന്നത്? തത്തക്കുട്ടി, ആ ചെറിയ തത്ത. ആ തത്ത അവിടെ ഇരുന്നത് കണ്ടു പാർവതീദേവി ഉറങ്ങുന്നത്. എനിക്ക് കിട്ടിയ ഈ അസുലഭ നിമിഷം ഇല്ലാതായി പോകുമോ എന്ന് ഭയന്ന് ആ തത്ത മനുഷ്യന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിച്ചു. അതാണ് ഇന്നും തത്തയ്ക്ക് മനുഷ്യ ശബ്ദം അനുകരിക്കാനുള്ള ശക്തി കിട്ടിയത്. അന്ന് പാർവതീദേവി മനുഷ്യനായെന്നല്ല, മനുഷ്യരൂപത്തിൽ ഇരുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. പാർവതീദേവിയുടെ ശബ്ദം മൂളി അനുകരിച്ചു. മഹാദേവൻ അത് നിർത്താതിരിക്കാൻ. പാർവതീദേവിയുടെ അതേ സ്വഭാവം ഇന്ന് നമുക്കും. ഭാഗവതം ക്ലാസ് എവിടെ പറയുന്നുണ്ടോ അവിടെ കൂർക്കം വലിക്കും. ശരിയല്ലേ? ഒരു സുഖമല്ലേ ഭാഗവതം പറയുന്ന സ്ഥലത്ത് മുമ്പിൽ നിന്ന് ഉറങ്ങാൻ? ഒരു പ്രത്യേക സുഖമോ, ഒരാൾ അനക്കമൊക്കെ കേട്ടിട്ടുണ്ട്. ശിവപുരാണം വായിക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടോ ആൾക്കാർ? ഹരേ കൃഷ്ണ, മഹാദേവ് കി ജയ്. അങ്ങനെ പാർവതീദേവിക്ക് ആ ഭാഗവതം പറഞ്ഞു കേട്ട് കൊടുത്തപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ആ തത്തക്കുട്ടി, മഹാദേവൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഇത് അമലപുരാണവുമാണ് അമരപുരാണവുമാണ്. രണ്ട് വാക്കുകൾ പറഞ്ഞു. എന്താണ്? അമലവുമാണ് അമരവുമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ കേട്ടവൻ മരിക്കത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ കേട്ടവന് മരണമില്ല എന്നും ഇത് കേട്ടവൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടും എന്നും അമലം അല്ലെങ്കിൽ അതുപോലെ അമരം എന്നും രണ്ടും മഹാദേവൻ കൊടുത്ത വാക്കാം. അങ്ങനെ തത്ത കേട്ട് കഴിഞ്ഞു. ഭാഗവതം പൂർണ്ണമായി 12 സ്കന്ധവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ 18,000 ശ്ലോകവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാദേവൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദാ കിടക്കുന്ന ഒരാള്. ചുറ്റും നോക്കിയപ്പോൾ കണ്ടു ആ തത്ത അവിടെ ഇരുന്ന് മൂളുന്നത്.
നീ എന്നെ ചതിച്ചു അല്ലേ, നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് മഹാദേവൻ തൻ്റെ ശൂലവും എടുത്തുകൊണ്ട് തത്തയെ കൊല്ലാനായി പോയപ്പോൾ തത്ത ഇവിടുന്ന് പറന്ന് നേരെ ചെന്നത് ബദ്രികാശ്രമത്തിലാണ്. ആ ശൂലവും എടുത്തുകൊണ്ട് കൊല്ലാനായി മഹാദേവൻ ചെന്നപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ സാക്ഷാൽ വ്യാസദേവൻ തൻ്റെ ഭാര്യയ്ക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ തൻ്റെ വ്യാസദേവന്റെ ഭാര്യ വായും പൊളിച്ച ഭാഗവതം കേൾക്കുക. സ്ത്രീകൾക്കുള്ള സ്വഭാവം വന്നതിൽ ഞങ്ങളും ഉറങ്ങും കേട്ടോ, ചുമ്മാതല്ലേ, ഞങ്ങളും ഉറങ്ങും. ആദ്യം വായും പൊളിച്ചായിരുന്നു ഉറങ്ങുന്നത് ഭാഗവതം പറഞ്ഞപ്പോൾ. ആ വായിക്കകത്തിലേക്ക് ആ തത്തപ്പക്ഷി ചെന്ന് ആ ഗർഭപാത്രത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു എന്ന് ശ്രീമദ് ഭാഗവതത്തില് 12-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ആ തത്തയുടെ രൂപത്തിൽ ഗർഭപാത്രത്തിൽ അഭയം പ്രാപിച്ച ആ കുട്ടിയാണ് പിന്നീട് ശൂക ബ്രഹ്മർഷിയായിട്ട് ജന്മമെടുക്കുന്നത്. ശൂക ബ്രഹ്മർഷിയായിട്ട് ശൂക എന്ന പദത്തിന് സംസ്കൃതത്തിൽ അർത്ഥം തത്ത എന്നാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഭാഗവതം കേട്ട ആ തത്തയാണ് വ്യാസദേവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ അഭയം പ്രാപിച്ച് കുട്ടിയായി ജനിച്ച് ശൂക ബ്രഹ്മർഷിയായി പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഒറിജിനലി ഭാഗവതം പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്ത ആ വ്യക്തി പാർവതി ദേവി പറയുക, നിങ്ങൾ വായിക്കുന്നത് ശരിയല്ല, പൂന്താനം വായിച്ചത് കേൾക്കാൻ അത്രയും മനോഹരം. ഇതാണ് ഭക്തവത്സലൻ എന്ന് മഹാദേവനെയും പാർവതിയെയും കൃഷ്ണനെയും ദേവന്മാരെയും എല്ലാം അവർ ഭക്തവത്സരരാണ് എന്ന് പറയുന്നതിന് കാരണം ഇതാ. നമ്മൾ പറയുന്നതിൽ എന്ത് തെറ്റും എന്ത് കുറവും എന്തുണ്ടെങ്കിലും നമ്മളുടെ സിൻസിയറിറ്റി മാത്രമാണ് അവർ നോക്കുന്നത്. എത്ര സിൻസിയറായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒരു കഥ ഒരു ചർച്ചിൽ നടന്ന സംഭവമാണ്. ചർച്ചില് എല്ലാവരും കൂട്ടം കൂടി ഇന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടുത്തെ പ്രീസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു, അവരെല്ലാവരും ഏറ്റുചൊല്ലുന്നു. വളരെ ധ്യാനത്തിൽ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രീസ്റ്റ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ്, ഈ 2-3 വയസ്സുള്ള കുട്ടി അവിടെ നിന്നിട്ട് അവനും കണ്ണുവച്ച് എന്തോ പറയുന്നുണ്ട്. ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ വിളിച്ചടുത്തു, ചേട്ടാ നീ എന്താ പറഞ്ഞേ? ABCD പറഞ്ഞു. ABCD ആണ്. അവൻ അറിയത്തില്ല എന്താ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവന്റെ പ്രാർത്ഥനയും ഈശോ മിശിഹ കേട്ടു. ബിക്കോസ് അവനക്ക് അത്ര നിഷ്കളങ്കതയോടുകൂടിയാ പ്രാർത്ഥിച്ചത്. ആ നിഷ്കളങ്കതയാണ് മഹാദേവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കംപ്ലീറ്റ് കണ്ടാമിനേഷനാണ്, മലിനപ്പെട്ട് കിടക്കുകയാണ് ഹൃദയം മുഴുവൻ. ആ മലിന ഹൃദയത്തോടു കൂടി നമ്മൾ ഭഗവാനെ മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു ദിവസം കൊണ്ട് കണ്ടാമിനേഷൻ മുഴുവൻ മാറുന്നതല്ല. നമ്മുടെ ഹൃദയം ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം ദീർഘകാലം കൊണ്ട് എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിനെല്ലാം നമ്മളുടെ പ്രവർത്തനവും നമ്മളുടെ ആഗ്രഹവുമാണ് അവിടെ പ്രകടമാക്കേണ്ടത്. സാക്ഷാൽ മഹാദേവൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ആ ശ്ലോകം പത്മപുരാണത്തിൽ പറഞ്ഞ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് പറഞ്ഞ ആ രാമനാമം മഹാദേവൻ ചുമ്മാതെ പറഞ്ഞതല്ല. ഞാൻ നിർത്തട്ടെയോ? ബോറടിക്കുന്നുണ്ടോ? എത്ര പേർക്ക് ബോറടിക്കുന്നുണ്ട്? ആർക്കും ഇല്ലേ? ആരാണ്ട് കൈയടിച്ചു? അവനും അവനെ പിടിക്കണം കേട്ടാ. ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഓക്കെ, കുഴപ്പമില്ലല്ലോ? പറയട്ടോ? അത് നിർത്തണോ? എത്ര പേർക്ക് പോയി കഥ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്? ബാക്കിയുള്ളവർക്ക് പൊയ്ക്കോളൂ കേട്ടോ. മഹാദേവന് യഥാർത്ഥ നമ്മുടെ രാമായണം എത്ര ശ്ലോകമുണ്ടെന്നറിയാമോ? രാമായണം എത്ര ശ്ലോകമുണ്ട്? ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല അല്ലേ? 24,000 ശ്ലോകങ്ങളാണ് അല്ലേ?
ഒറിജിനലി പറഞ്ഞാൽ 1,00,000 ശ്ലോകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ 1,00,000 ശ്ലോകങ്ങളാണ് രാമായണത്തിലുള്ളത്. ആ 1,00,000 ശ്ലോകങ്ങൾ മഹാദേവന്റെ കയ്യിലായിരുന്നത്. മഹാദേവൻ വളരെ ദയ കൊണ്ടിട്ട് 33,33,333 ശ്ലോകം ദേവന്മാർക്ക് കൊടുത്തു. 33,33,333 ശ്ലോകം മനുഷ്യർക്ക് കൊടുത്തു. 33,33,334 ശ്ലോകം അദ്ദേഹം കൈവച്ചു. വീണ്ടും ദയ തോന്നി. വീണ്ടും അതിനെ 3ആയിട്ട് വിഘടിപ്പിച്ചു. കുറെ അവിടെ കൊടുത്തു, പിന്നെ ഇവിടെ കൊടുത്തു, ബാക്കി കൈവച്ചു. വീണ്ടും അതിനെ 3ആയിട്ട് വിഘടിച്ചു. കുറെ അവിടെ കൊടുത്തു, കുറെ ഇവിടെ കൊടുത്തു, കുറച്ച് കൈവച്ചു. ഇങ്ങനെ വീതിച്ച് അവസാനം മഹാദേവൻ കയ്യിൽ വെച്ചത് 2 അക്ഷരമാണ് രാമായണത്തിലേത്. 2 അക്ഷരം മാത്രമാണ് മഹാദേവൻ കയ്യിൽ വെച്ചത്. ആർക്കെങ്കിലും പറയാം ഏതാ 2 അക്ഷരം എന്ന്? രാമ എന്ന പദം. ആ നാമമാണ് മഹാദേവൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാമനാമമാണ് നമ്മളോടും ജപിക്കാനായി ആവശ്യപ്പെടുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട ആ വസ്തു ഞങ്ങൾക്ക് തരൂ. അത് മറ്റൊന്നുമല്ല, രാമനാമമാണ്. മഹാദേവനോട് പ്രാർത്ഥിക്കണം. പക്ഷെ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മുമ്പ് പറഞ്ഞു, ആ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമാണ് മഹാദേവനും. മഹാദേവനും സൃഷ്ടിക്കുന്നുണ്ട്, നമ്മളും സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ വളരെ തുച്ഛമായ ഒരു സൃഷ്ടിയാണ്. നമ്മൾ സൃഷ്ടികർത്താവല്ലേ? ആണോ അല്ലയോ? അതെ, ഒരു ഉറുമ്പ് പോലും സൃഷ്ടികർത്താവാണ്. അവരവരുടെ പോർഷൻ ഏറ്റെടുത്ത് നടത്തുന്നു. അപ്പൊ നമ്മൾ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിൽ കൺഫ്യൂഷൻ ആവരുത്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം അത് അറിയേണ്ടത്. അങ്ങനെ മഹാദേവന്റെ ഈ ശിവപുരാണ മഹായജ്ഞവേദിയിൽ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികൾ, അതിനുവേണ്ടി നല്ല ഒരു പങ്കുവഹിച്ച നമ്മുടെ സ്മിതി മാതാജിയും ഭർത്താവും, പ്രഭുവിൻ്റെ പേരെന്താണ്? പ്രസന്നകുമാർ പ്രഭു. അദ്ദേഹം ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഓരോ യുഗത്തിന് ഓരോ ധർമ്മം ശാസ്ത്രം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഓരോ യുഗത്തിലെ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ശ്ലോകം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. കൃതോയധ്യായത്തോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരികീർത്തനാഥ് എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. കലിയുഗം എന്ന് പറയുന്നത് ഹരിനാമ സങ്കീർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു യുഗമാണ്. അതാണ് രാമനാമ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ രാമനാമം നമ്മൾ ജപിക്കുമ്പോൾ മഹാദേവനും വളരെ സംപ്രീതനാവുകയാണ് ചെയ്യുന്നത്. മഹാദേവന്റെയും ആഗ്രഹം അത് തന്നെയാണ്. ഓരോ ജീവജാലങ്ങളെയും ഓരോ ജീവികളെയും പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം. അതിന് എല്ലാവർക്കും സാക്ഷാൽ മഹാദേവന്റെ സർവ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. ഹരേ കൃഷ്ണ.